നമ്മുടെ പ്രധാനമന്ത്രിയുടെ ജന്മദിനത്തിൽ അദ്ദേഹത്തെക്കുറിച്ച് പറയാൻ, അദ്ദേഹത്തിനൊപ്പമുള്ള അനുഭവങ്ങൾ പങ്കുവയ്ക്കാൻ മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ ഒപ്പം ചേരുകയാണ്. ശ്രീ വി മുരളീധരൻ, സ്വാഗതം. പ്രധാനമന്ത്രിക്കൊപ്പം അദ്ദേഹത്തിൻ്റെ പാത പിന്തുടർന്ന് ഏറെക്കാലം സഞ്ചരിക്കാൻ കഴിഞ്ഞ ഒരാളാണ് ഒരു കേന്ദ്രമന്ത്രി എന്ന നിലയിൽ അങ്ങ്. എങ്ങനെയാണ് ഈ ജന്മദിനത്തിൽ അദ്ദേഹത്തെ കൂടുതലായി ഓർത്തെടുക്കുക? എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ 5 വർഷക്കാലം അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിലെ അംഗമായി പ്രവർത്തിച്ചു എന്നുള്ളതിന് തീർച്ചയായിട്ടും ഒരു വലിയ ഒരു സൗഭാഗ്യമായിട്ട് ഞാൻ കാണുന്ന ഒരാളാണ്. അതിനു മുൻപ് തന്നെ അദ്ദേഹം ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് കേരളത്തിൽ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ എന്നുള്ള നിലയിലും ആ കാലം തൊട്ടാണ് അദ്ദേഹവുമായിട്ടുള്ള അടുത്ത് ഇടപഴകിയിട്ടുള്ള അനുഭവങ്ങൾ, നിരവധി അനുഭവങ്ങൾ എനിക്കുള്ളത്. ജനങ്ങളോട് ഏറ്റവും കൂടുതൽ ചേർന്ന് നിൽക്കുന്ന ഒരു നേതാവ്, ജനങ്ങളുടെ പ്രശ്നങ്ങൾ സ്വന്തം പ്രശ്നമായിട്ട് കണക്കാക്കി ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കുന്ന ഒരു നേതാവ് എന്നുള്ള നിലയിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെക്കുറിച്ച് ഓർക്കുമ്പോൾ എൻ്റെ മനസ്സിൽ അദ്ദേഹത്തെക്കുറിച്ചിട്ടുള്ള വരുന്ന ആദ്യത്തെ ചിത്രം. അതിനുള്ള നിരവധി ഉദാഹരണങ്ങളും അനുഭവങ്ങളും അതാണ് എൻ്റെ അദ്ദേഹവുമായിട്ടുള്ള എൻ്റെ ഇത്രയും വർഷത്തെ അനുഭവങ്ങളുടെ ചുരുക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പറയാനുള്ളത്. ശ്രീ മുരളീധരൻ ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്നു, അവിടുന്ന് ഭാരതത്തിൻ്റെ നായകനാകുന്നു, ഇപ്പോൾ വിശ്വ നേതാവാണ്. ഒരു തർക്കവുമില്ല, ഭാരതത്തെ ഇത്രമേൽ അതിവേഗം മുന്നോട്ട് നയിക്കുന്ന, അത് സാമ്പത്തിക രംഗത്തായിക്കോട്ടെ, വികസനം എന്ന ഒറ്റ ലക്ഷ്യത്തിൽ മുന്നോട്ട് പോകുന്ന ഒരു പ്രധാന സേവകൻ. എന്താണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത? അല്ല, വികസനം എന്നുള്ളത് ഒരു വശമാണ്. വികസനം എന്നുള്ളത് ഒരു പൊതുവായിട്ടുള്ള ഒരു വാക്കാണ്. പക്ഷേ വികസനം എന്നുള്ളതിനപ്പുറത്ത് അദ്ദേഹം വ്യക്തിപരമായി ഈ രാജ്യത്തെ 145 കോടി ജനങ്ങൾ, ആ 145 കോടി ജനങ്ങളിൽ ഓരോ ആൾക്കും, അദ്ദേഹത്തെ നേരിട്ട് അറിയുന്നവർക്കും അറിയാത്തവർക്കും, അദ്ദേഹത്തിൻ്റെ കരുതലിൻ്റെ പ്രയോജനം, അദ്ദേഹത്തിൻ്റെ കരുതലിൻ്റെ ഗുണഭോക്താവായിട്ട് മാറാൻ കഴിയുന്നു എന്നുള്ളതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയെ മറ്റ് നേതാക്കളിൽ നിന്നും പ്രത്യേകമായിട്ട് വേറിട്ട് നിർത്തുന്നത്. ആ ഒരു പ്രത്യേകതയാണ് ഞാൻ പറയുന്നത്. അദ്ദേഹത്തിന് ഉദാഹരണത്തിന് വിദേശകാര്യമന്ത്രി എന്നുള്ള നിലയിൽ ഞാൻ മന്ത്രിയായപ്പോൾ നേരിട്ട് എന്നോട് പറഞ്ഞു, എനിക്കതിന് മുൻപും ആദ്യ മന്ത്രിസഭയിൽ അദ്ദേഹത്തിൻ്റെ 2014-19 കാലഘട്ടത്തിലുള്ള മന്ത്രിസഭയിൽ ഞാൻ മന്ത്രിയായിരുന്നില്ല. പക്ഷേ ആ കാലഘട്ടത്തിൽ ശ്രീമതി സുഷമ സ്വരാജ് വിദേശകാര്യമന്ത്രിയായിരുന്നു. സുഷമാജിയിൽ നിന്ന് നേരിട്ട് എനിക്ക് ആദ്യം തന്നെ അറിയാനുള്ള അവസരമുണ്ടായിട്ടുണ്ട്. ഇന്ത്യയുടെ വിദേശ നയത്തിൽ വിദേശ ഇന്ത്യക്കാർക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകിയ ഒരു പ്രധാനമന്ത്രി, കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഡയസ്പൊറ എന്ന് പറയുന്ന, വിദേശ ഇന്ത്യക്കാർ എന്ന് പറയുന്ന ഒരു വിഭാഗം, ആ വിഭാഗത്തിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്ന ഒരുപക്ഷെ ഇന്ത്യയിലെ ആദ്യത്തെ പ്രധാനമന്ത്രി എന്ന് വേണമെങ്കിൽ മോദിജിയെ വിശേഷിപ്പിക്കാം. അതുകൊണ്ടാണ് കഴിഞ്ഞ ഒരു 11-12 വർഷക്കാലത്തിൽ നമ്മുടെ രാജ്യം നടത്തിയിട്ടുള്ള രക്ഷാദൗത്യങ്ങൾ, ആ രക്ഷാദൗത്യങ്ങളിൽ ഓരോന്നും, ആ ദൗത്യങ്ങളെല്ലാം ഈ നാട്ടിലെ ഒരു പൗരനോട് ഉള്ള മോദിജിയുടെ കരുതലിൻ്റെ ഉദാഹരണമാണ്. അത് എനിക്ക് ഓർമ്മയുള്ളത് 2011-ലോ 2012-ലോ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. കോഴിക്കോട്ടുള്ള മുഖേരിയിലെ ഒരു ജയചന്ദ്രൻ, അദ്ദേഹം അധ്യാപകനായിരുന്നു. അദ്ദേഹം മാലിദ്വീപിൽ ജോലി ചെയ്യായിരുന്നു. ഞാനന്ന് സംസ്ഥാന പ്രസിഡൻ്റാണ്. 2011-ലോ 14-ലോ 15-ലോ മോദിജി പ്രധാനമന്ത്രി ആയതിനു ശേഷമുള്ള ആദ്യത്തെ വർഷങ്ങൾ. അങ്ങനെ അവിടെ ജോലി ചെയ്യുന്ന സമയത്ത് അവിടെ ചില പ്രശ്നങ്ങൾ, അദ്ദേഹത്തിനെതിരായിട്ട് ചില കേസുകളൊക്കെ വന്ന് അദ്ദേഹത്തിന് അവിടുന്ന് പോരാൻ പറ്റാത്ത സ്ഥിതി, അദ്ദേഹത്തിന്
പോലീസ് നടപടിക്ക് വിധേയമാക്കുമോ എന്നുള്ള സംശയം. അപ്പോൾ ആ വീട്ടുകാർ എന്നെ കാണാൻ വന്നു, സുഷമാജിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. അതിനെ തുടർന്ന് ദിവസങ്ങൾക്കകം അദ്ദേഹം തിരിച്ച് നാട്ടിലെത്തി. അങ്ങനെ വ്യക്തിപരമായിട്ട് ഓരോ വ്യക്തിയുടെയും കാര്യത്തിൽ, ഒരു വ്യക്തിയുടെ കാര്യത്തിൽ പോലും എടുക്കുന്ന താല്പര്യം, ആ താല്പര്യമാണ് പ്രധാനമന്ത്രിയുടെ, മോദിജിയുടെ പ്രത്യേകത. ഞാൻ മന്ത്രിയായ ശേഷം അദ്ദേഹം വളരെ കൃത്യമായിട്ട് തന്നെ എനിക്കറിയാം, അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ലോകത്തെവിടെയുമുള്ള ഇന്ത്യക്കാരൻ, ആ ഇന്ത്യക്കാരൻ അവന് ഏത് തരത്തിലുള്ള ബുദ്ധിമുട്ട് വന്നാലും ഇന്ത്യ ഗവൺമെൻറ് അയാളുടെ രക്ഷയ്ക്ക് വേണ്ടി ഉണ്ടാകും. ഇതാണ് നമുക്ക് ലോകമെമ്പാടുമുള്ള വിദേശ ഇന്ത്യക്കാർക്ക് നൽകാനുള്ള സന്ദേശം. അത് പ്രാവർത്തികമാക്കലും അതിനു വേണ്ടിയിട്ടുള്ള നടപടികളെടുക്കലും ആണ് വിദേശകാര്യ വകുപ്പിൻ്റെ ദൗത്യങ്ങളിൽ ഒന്ന്. അദ്ദേഹം 3 കാര്യം പറഞ്ഞിരുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അത് ഇതാണ് എന്ന് സൂചിപ്പിച്ചിരുന്നു. വി മുരളീധരൻ, ഒരേ സമയം അടിസ്ഥാന സൗകര്യ വികസനവും അത് ഭദ്രമായി മുന്നോട്ട് പോകുന്നു, സാമ്പത്തിക വളർച്ച ഉണ്ടാകുന്നു, ദേശസുരക്ഷ അതേറെ പ്രധാനമാണല്ലോ. ഇത്തവണത്തെ അദ്ദേഹത്തിൻ്റെ പിറന്നാളിന് അദ്ദേഹത്തിൻ്റെ തിരുനെറ്റിയിലൊരു തിലകച്ചാർത്തുണ്ട്, ഒരു സിന്ദൂരമുണ്ട്, വിജയസിന്ദൂരം. പാകിസ്ഥാന് ചുട്ട മറുപടി നൽകിയ, തീവ്രവാദത്തിന് ഭീകരവാദത്തിനെതിരെ നൽകിയ കൃത്യമായൊരു സന്ദേശമുണ്ട്. എങ്ങനെയാണ് ഒരു ലീഡർ എന്ന നിലയിൽ നരേന്ദ്രമോദി വ്യത്യസ്തനാകുന്നത്? അല്ല, തീർച്ചയായിട്ടും ഈ രാജ്യത്തിൻ്റെ അടിസ്ഥാന സൗകര്യ വികസനം താങ്കൾ സൂചിപ്പിച്ചതുപോലെ ആ അടിസ്ഥാന സൗകര്യ വികസനം എന്നുള്ളത് ഒരു വളരെ വലിയ ഒരു നേട്ടം. ഒരുപക്ഷെ സ്വാതന്ത്ര്യം നേടി 75 കൊല്ലം ജസ്റ്റ് കഴിയുമ്പോൾ, ഇപ്പോൾ ഏതാണ്ട് നമ്മൾ 47-ന് ശേഷം 78 വർഷം പൂർത്തിയായിരിക്കുന്നു. ഈ 78 വർഷക്കാലത്തിനിടയിൽ ആദ്യത്തെ 65 വർഷക്കാലം, 2014 വരെയുള്ള 67-66 വർഷക്കാലം, അത്രയും കാലം നടന്നിട്ടുള്ള വികസനം, അത്ര തന്നെ കാര്യങ്ങൾ 10 വർഷം കൊണ്ട് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. റോഡുകളുടെ കാര്യത്തിലാണെങ്കിലും, റെയിൽവേയുടെ കാര്യത്തിലാണെങ്കിലും, വിമാനത്താവളങ്ങളുടെ കാര്യത്തിലാണെങ്കിലും, ജലഗതാഗത മേഖലയിലാണെങ്കിലും, ഗ്രാമീണ റോഡുകളുടെ കാര്യത്തിലാണെങ്കിലും, ഇതിലെല്ലാം ഈ അടിസ്ഥാന സൗകര്യ വികസനം എന്ന് പറയുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി ഏറ്റവും പ്രാധാന്യം നൽകി നടപ്പിലാക്കിയതാണ്. അതിന് തുടക്കം കുറിച്ചത് ശ്രീ അടൽജിയുടെ കാലത്താണ്. അന്നാണ് ഗോൾഡൻ ക്വാഡ്രിലാറ്ററൽ അതിനു വേണ്ടിയിട്ടുള്ള ശ്രമം തുടങ്ങിയത്. അന്നാണ് നമ്മുടെ കമ്മ്യൂണിക്കേഷൻസ്, ആ കമ്മ്യൂണിക്കേഷൻസിൻ്റെ മേഖലയിൽ അതിനു വേണ്ടിയിട്ടുള്ള വിപ്ലവകരമായിട്ടുള്ള മാറ്റങ്ങൾ വന്നത്. ഇതൊക്കെ തുടങ്ങി വെച്ചത് അടൽജിയാണ്. പക്ഷേ അടൽജി തുടങ്ങി വെച്ചത് പിന്നീടുള്ള 10 വർഷക്കാലം മുന്നോട്ട് പോയില്ല, കോൺഗ്രസ് UPA സർക്കാരിൻ്റെ കാലത്ത്. അത് പക്ഷേ പിന്നീട് മുന്നോട്ട് കൊണ്ടുപോയത് അടൽജിയുടെ മനസ്സിലുണ്ടായിരുന്ന ഒരു വിഷൻ, ആ വിഷൻ പൂർണ്ണമായിട്ടുള്ള അർത്ഥത്തിൽ ഏറ്റവും വേഗതയോടുകൂടി നടപ്പിലാക്കിയത് പ്രധാനമന്ത്രി മോദിജിയാണ്. അതിൽ മോദിജിയുടെ ലക്ഷ്യം സാച്ചുറേഷൻ എന്ന് പറയുന്ന ഒരു ഫോർമുല, ആ ഫോർമുലയാണ് മോദിജിയുടെ എല്ലാ പ്രവർത്തനങ്ങളുടെയും അടിസ്ഥാനം. അതായത് എല്ലാവർക്കും വീടുകൾ, എല്ലായിടത്തും വൈദ്യുതി, എല്ലാവർക്കും കുടിവെള്ളം, എല്ലായിടത്തും റോഡുകൾ, എല്ലാ വീടുകളിലും ശുചിമുറി, എല്ലാവർക്കും സൗജന്യമായിട്ട് ഗ്യാസ് കണക്ഷൻ എന്നൊക്കെ പറയുമ്പോൾ അത് നൂറ്റാണ്ടുകളെടുക്കുന്ന ഒരു പദ്ധതിയായിട്ടല്ല നരേന്ദ്രമോദി വിഭാവനം ചെയ്യുന്നത്. നരേന്ദ്രമോദി വിഭാവനം ചെയ്യുന്നത് എത്രയും പെട്ടെന്ന് മുഴുവൻ ആളുകളിലും എത്തിക്കുക. സർക്കാർ എല്ലാ വർഷവും 50,000 വീട് കൊടുക്കും, 1,00,000 വീട് കൊടുക്കും, അതല്ല, മുഴുവൻ ആളുകൾക്കും വീടുണ്ടാവുക, കിട്ടുക, എല്ലാ വീടുകളിലും വൈദ്യുതി ഉണ്ടാവുക, എല്ലാ വീടുകളിലും ശുചിമുറി ഉണ്ടാവുക. ഇങ്ങനെയുള്ള ഒരു ലക്ഷ്യം, ആ ലക്ഷ്യത്തോടു കൂടിയാണ് പ്രധാനമന്ത്രി മോദിജി നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ. അതോടൊപ്പം അദ്ദേഹം ഈ രാജ്യത്തെ ജനങ്ങളുടെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള പ്രത്യേക പരിശ്രമം. എനിക്ക് ഓർമ്മയുണ്ട്, ഒരു തവണ ന്യൂയോർക്കിൽ ഒരു അന്താരാഷ്ട്ര സമ്മേളനത്തിൽ, UN സമ്മേളനത്തിൽ പങ്കെടുക്കാൻ പോയപ്പോൾ അദ്ദേഹത്തോടൊപ്പം ഞാനും പോയിരുന്നു.
അദ്ദേഹം ബിൽ ഗേറ്റ്സുമായിട്ട് ചർച്ച ചെയ്തു. ബിൽ ഗേറ്റ്സ് നമ്മൾ സാങ്കേതികവിദ്യയെക്കുറിച്ച് മാത്രമാണ് അറിയുന്നത്. ബിൽ ഗേറ്റ്സ് ധാരാളം റിസർച്ച് നടത്തുന്ന പല പ്രവർത്തനങ്ങൾ ബിൽ ഗേറ്റ്സിൻ്റെ നേതൃത്വത്തിൽ മെലിൻഡ ആൻഡ് ബിൽ ഗേറ്റ്സ് ഫൗണ്ടേഷൻ, ആ ഫൗണ്ടേഷൻ നടത്തുന്നുണ്ട്. അദ്ദേഹം അവരോട് ചോദിച്ച കാര്യം, നമ്മുടെ പരിപ്പിലെ പോഷകാംശം എങ്ങനെ വർദ്ധിപ്പിക്കാം. കാരണം ഇന്ത്യയിലെ സാധാരണക്കാരൻ കഴിക്കുന്നത് അരിയും പരിപ്പും, ചോറും പരിപ്പുമാണ്. ഒറ്റ കറി, ഒരു കറിയും ഒരു ചോറും മാത്രം കഴിച്ച് ജീവിക്കുന്ന ആൾക്കാരാണ് ഇന്ത്യക്കാർ. വളരെ അടിസ്ഥാനപരമായിട്ട് ഉള്ള സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ. 4 കൂട്ടം വിഭവങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ആ ഒരൊറ്റ പച്ചക്കറിയിൽ അല്ലെങ്കിൽ ആ പരിപ്പിലെ പോഷകാംശം എങ്ങനെ വർദ്ധിപ്പിക്കാം, അതിനു വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും പ്രത്യേക റിസർച്ച്, ആ റിസർച്ച് മെലിൻഡ ബിൽ ഗേറ്റ്സിൻ്റെ ഫൗണ്ടേഷൻ്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്നുണ്ടോ, നടത്താൻ സാധിക്കുമോ? ഇത് ഒരു വശം. അതോടൊപ്പമാണ് താങ്കൾ പറഞ്ഞ സുരക്ഷ. ഈ സുരക്ഷ എന്ന് പറയുന്നത് ഈ സീറോ ടോളറൻസ് ടു ടെററിസം, ആ കാര്യത്തിൽ നരേന്ദ്രമോദിജി ഒരു വിട്ടുവീഴ്ചയും ഒരു കാലത്തും ചെയ്യില്ല എന്നുള്ളത് വളരെ നിർബന്ധമുള്ള ഒരാളാണ്. ഇന്ത്യക്കാരൻ്റെ സുരക്ഷ, അതിൻ്റെ കാരണം ഇന്ത്യക്കാരൻ്റെ സുരക്ഷ. ഈ പെഹൽഗാം ഇന്ത്യൻ ഭീകരാക്രമണ സമയത്ത് അദ്ദേഹം ഉറക്കെ പറഞ്ഞത്, നിങ്ങൾ എവിടെ പോയി ഒളിച്ചാലും അവിടെ വന്ന് നിങ്ങളെ ഇല്ലാതാക്കും എന്ന് അദ്ദേഹം പറയുന്നു. ദിവസങ്ങൾക്കുള്ളിൽ അത് ചെയ്യുന്നു. അപ്പോൾ പറയുക മാത്രമല്ല, പ്രവർത്തിക്കുകയും ചെയ്യുന്നൊരു നേതാവ്. അതാകും ഒരുപക്ഷെ അദ്ദേഹം ഇത്രമേൽ അംഗീകരിക്കപ്പെടാൻ ഒരു കാരണവും, അല്ലേ? നേരെ തിരിച്ച് അദ്ദേഹം പറയുക മാത്രമല്ല എന്നല്ല, അദ്ദേഹം പ്രവർത്തിക്കുക മാത്രം ചെയ്യുന്ന നേതാവാണ്. പ്രവർത്തിക്കുന്നത് മാത്രമേ പറയാറുള്ളൂ എന്നുള്ളതാണ്. അദ്ദേഹം പറഞ്ഞ് അതിനുശേഷം പ്രവർത്തിക്കാൻ ആലോചിക്കുകയല്ല. അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ പ്രാവർത്തികമാക്കാൻ കഴിയുന്ന കാര്യങ്ങളെ അദ്ദേഹം പറയാറുള്ളൂ എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത. അദ്ദേഹം പ്രാവർത്തികമാക്കുന്നത് ഒരു കാര്യവും പറയുന്നത് വെറുതെ പറയാൻ വേണ്ടി പറയല്ല, പ്രവർത്തിക്കാനും പ്രാവർത്തികമാക്കാനും വേണ്ടി പറയുന്നതാണ്. അത് ബാലാക്കോട്ടിൽ നമ്മൾ കണ്ടു. ബാലാക്കോട്ടിലെ സംഭവങ്ങൾക്ക് മറുപടി എന്നുള്ള നിലയിൽ പെഹൽഗാമിൽ കണ്ടു, ഉറിയിൽ കണ്ടു. അങ്ങനെ ഇന്ത്യക്കാരന് വിഷമമുണ്ടാക്കുന്ന, ഇന്ത്യക്കാരൻ്റെ ജീവൻ നഷ്ടപ്പെടുന്ന, ഇന്ത്യക്ക് മറ്റേതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടാകുന്ന ഏത് കാര്യം നടന്നു കഴിഞ്ഞാലും അത് വീണ്ടും ആവർത്തിക്കാതിരിക്കുന്ന തരത്തിൽ അങ്ങനെ ചെയ്ത ആളുകൾക്ക് അതൊരു പാഠമായിട്ട് ഓർമ്മിക്കാൻ കഴിയുന്ന തരത്തിലുള്ള പ്രതികരണമുണ്ടാകണം. അതുകൊണ്ട് ഈ തവണത്തെ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ പ്രത്യേകത വളരെ സെലക്റ്റീവായിട്ടാണ് അതിൻ്റെ പ്രത്യാക്രമണം നടന്നത്. അതേസമയത്ത് നമ്മുടെ സേനകളുടെ എല്ലാ ആൾക്കാരും വളരെ കൃത്യമായിട്ട് വിശദീകരിച്ചിരുന്നു. അത് നോൺ എസ്കലേറ്ററി ആണ്. അതായത് ഞങ്ങൾക്കിതിനെ ഒരു ഫുൾ ഫ്ലെഡ്ജഡ് യുദ്ധമാക്കാൻ ഉദ്ദേശമില്ല. ഇന്ത്യക്കാരൻ്റെ ജീവനെടുത്ത ആളുകളെ, അതിന് ആസൂത്രണം നടത്തിയ ആളുകളെ, ലഷ്കർ ഇ തൊയ്ബ, ജെയ്ഷെ മുഹമ്മദ്, ഈ 2 ഭീകരവാദ സംഘടനകൾ, ആ ഭീകരവാദ സംഘടനകളുടെ പരിശീലന കേന്ദ്രങ്ങൾ, ആ ഭീകരവാദ സംഘടനകൾക്ക് ബാക്കി സഹായം ചെയ്തു കൊടുക്കുന്ന പ്രദേശങ്ങൾ, അവിടെ മാത്രം ആക്രമണം നടത്തുക. അതിന് വളരെ കൃത്യമായിട്ട് പാകിസ്ഥാൻ്റെ സാധാരണ പൗരനെ, സിവിലിയൻ, ആ സിവിലിയൻസിന് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാകരുത് എന്നുള്ള കൃത്യമായിട്ടുള്ള ധാരണയോടുകൂടി, അങ്ങനെയുള്ള ആസൂത്രണത്തോടു കൂടിയാണ് ഈ പ്രത്യാക്രമണം നടന്നത്. അത് ലോകമെമ്പാടും ഇന്ത്യയുടെ യശസ് ഉയർത്തിയ ഒരു നടപടിയാണ്. മാത്രമല്ല, ഇന്ത്യ ഇപ്പം കഴിഞ്ഞ ദിവസം തന്നെ ഈ നേരത്തെ നടന്ന സംഭവങ്ങൾ ഉണ്ടായപ്പോൾ, ഇപ്പോൾ 2011 ഈ നമ്മുടെ ബോംബെ നവംബർ 26 2008 എൻ്റെ ഓർമ്മ, ബോംബെ ആക്രമണം നടത്തിയപ്പോൾ വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാരൊക്കെ ഇന്ത്യയിൽ വന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രിയും ബാക്കിയുള്ള ആൾക്കാരെയും കണ്ട് ഇന്ത്യ പ്രതികരിക്കരുത്, ഇന്ത്യ തിരിച്ചൊന്നും ചെയ്യരുത് എന്ന് ഇന്ത്യയെ ഉപദേശിച്ചു എന്ന് അന്നത്തെ സുരക്ഷാ ഉപദേഷ്ടാവായിരുന്ന ആൾ പിന്നീട് പറഞ്ഞത് ഞാൻ വായിച്ചിട്ടുണ്ട്. ഈ ഘട്ടത്തിലും ധാരാളം വിദേശ രാഷ്ട്രത്തലവന്മാർ ഇന്ത്യ വിളിച്ചിട്ടുണ്ട്. അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ് പ്രധാനമന്ത്രിയെ വിളിച്ചിട്ട് പറഞ്ഞു, പാകിസ്ഥാൻ
ഇന്ത്യക്കെതിരായിട്ട് വലിയ ഇത് നടക്കുന്നുണ്ട്, അങ്ങനെയുള്ള ഈ തരത്തിലുള്ള പല കാര്യങ്ങൾ. പക്ഷേ ഇന്ത്യ അക്കാര്യത്തിൽ വളരെ കൃത്യമായിട്ടുള്ള നിലപാടെടുത്തു. ഇന്ത്യക്കെതിരായിട്ട് ഏത് തരത്തിലുള്ള ആക്രമണത്തിന് പാകിസ്ഥാൻ മുതിർന്നാലും അതിന് തക്കതായ മറുപടി നൽകിയിരിക്കും. അതിന് ഇന്ത്യൻ സേന ഒരു കാരണവശാലും മടി കാണിക്കില്ല. വാസ്തവത്തിൽ അതുകൊണ്ടാണ് 10-ാം തീയതി പാകിസ്ഥാൻ വെടിനിർത്തലിന് തയ്യാറായത്. അല്ലെങ്കിൽ പാകിസ്ഥാൻ അന്ന് വെടിനിർത്താൻ ഒരിക്കലും തയ്യാറായിരുന്നില്ല. 9-ാം തീയതി JD വാൻസ് പ്രധാനമന്ത്രിയോട് സംസാരിച്ചു എന്നാണ് ഡോക്ടർ ജയശങ്കർജി തന്നെ അദ്ദേഹം പിന്നീട് ഇൻ്റർവ്യൂകളിൽ പറഞ്ഞിട്ടുണ്ട്. 9-ാം തീയതിയിൽ സംസാരിച്ചു, ഇങ്ങനെയുള്ള ആസൂത്രണം അവരുടെ ഭാഗത്ത് നിന്നുണ്ട്, അതുകൊണ്ട് ഇന്ത്യ തിരിച്ച് വലിയ തോതിൽ ചെയ്യരുത് എന്നുള്ളതാണ് അങ്ങനെയുള്ള ആൾക്കാർ സംസാരിക്കുന്നതിൻ്റെ ഉദ്ദേശം. പക്ഷേ കൃത്യമായിട്ടുള്ള മറുപടി അമേരിക്കയുടെ വൈസ് പ്രസിഡൻറ്റിന് പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്ന് നൽകി. അപ്പോൾ അതിൽ ഇന്ത്യക്കാരൻ്റെ സുരക്ഷിതത്വം, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇന്ത്യക്കാരൻ്റെ സുരക്ഷിതത്വം എന്നുള്ളത് ഏറ്റവും പരമപ്രധാനമായിട്ട് കണക്കാക്കുന്ന സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി ഓഫ് എവരി ഇന്ത്യൻ ഈസ് പാരമൗണ്ട് ഇമ്പോർട്ടൻസ്. അതിൽ ഒരു വിട്ടുവീഴ്ചയുമില്ല എന്നുള്ള കൃത്യമായിട്ടുള്ള നിലപാടെടുത്ത ഒരു പ്രധാനമന്ത്രി, അങ്ങനെ ഒരു പ്രധാനമന്ത്രിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ശരി, ഈ ട്രംപിൻ്റെ നിലപാടുണ്ടല്ലോ, അതായത് ഭാരതം മറ്റൊരു അച്ചുതണ്ടിലേക്ക് മാറുന്നു എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിൽ പ്രതികരിക്കുന്നു. പിന്നീടൊരു കോംപ്രമൈസ് എന്ന നിലയ്ക്ക് പലവട്ടം നരേന്ദ്രമോദിയെ വിളിക്കുന്നു, ഫോൺ എടുക്കുന്നില്ല. അതായത് അതിനുശേഷം നമ്മൾ കാണുന്നത് ട്രംപ് വഴങ്ങുന്നതാണ്. അപ്പോൾ നിലപാടിൻ്റെ കൂടി നേതാവ് എന്ന് കൃത്യമായി വ്യക്തമാക്കുന്നുണ്ട് നരേന്ദ്രമോദി ഓരോ ഘട്ടത്തിലും, അത് ഈ ഭരണ തുടർച്ചയുടെ ഓരോ കാലയളവിലും, അല്ലേ? തീർച്ചയായിട്ടും പ്രധാനമന്ത്രി ഇന്ത്യയുടെ താൽപ്പര്യങ്ങൾ ബലികഴിച്ചുകൊണ്ടുള്ള ഓരോ തരത്തിലുള്ള വിട്ടുവീഴ്ചക്കും തയ്യാറല്ല എന്ന് വളരെ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു. നമുക്കെല്ലാവർക്കും അറിയാം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. ഈ താരിഫിൻ്റെ കാര്യത്തിൽ എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നതാണ്. അതായത് ഡൊണാൾഡ് ട്രംപ് അമേരിക്കയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ 3-4 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ആ 3-4 കാര്യങ്ങളിൽ ഒരു കാര്യം, എല്ലാ രാജ്യങ്ങളുടെ മുകളിലും 10% താരിഫ് ഏർപ്പെടുത്തും. അമേരിക്കയുടെ സമ്പദ് വ്യവസ്ഥയെ, ആ സമ്പദ് വ്യവസ്ഥ ശക്തിപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ്. അതുകൊണ്ട് താരിഫ് ഉണ്ടാവും എന്നുള്ളത് എല്ലാവർക്കും അറിയാം. പക്ഷേ ഈ താരിഫ് 50% വരെ ആക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം ഇന്ത്യയും അമേരിക്കയും തമ്മിൽ നടന്നു വന്ന വ്യാപാര ചർച്ചകൾ. ആ വ്യാപാര ചർച്ചകളിൽ ഇന്ത്യയുടെ കാർഷിക മേഖല, ആ കാർഷിക മേഖല അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ അമേരിക്കക്ക് ഇന്ത്യയുടെ കാർഷിക മേഖലയിലേക്ക് കടന്നു വരാനുള്ള അനുവാദം, ആ അനുവാദം നൽകണം എന്നുള്ളതായിരുന്നു അമേരിക്കയുടെ ആവശ്യം. ആ അനുവാദം ഇന്ത്യ വളരെ കൃത്യമായിട്ട് പറഞ്ഞു. ഇന്ത്യയുടെ ചെറുകിട വ്യവസായ മേഖല, ഇന്ത്യയുടെ ചെറുകിട വ്യാപാര മേഖല, കാരണം ഏറ്റവും കൂടുതൽ കോടിക്കണക്കിന് ആൾക്കാർ ജോലി ചെയ്യുന്ന, കോടിക്കണക്കിന് ആൾക്കാർ ഉപജീവന മാർഗമായിട്ടുള്ള സ്ഥലമാണ്, ഒരു കേന്ദ്രമാണ്. ആ മേഖലയിൽ ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്ന തരത്തിൽ അങ്ങനെയുള്ള സമീപനം ഒരു കാരണവശാലും സ്വീകരിക്കില്ല എന്നുള്ളത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ പ്രഖ്യാപിത നയമായിരുന്നു. അതോടൊപ്പമാണ് പ്രധാനമന്ത്രി പറഞ്ഞത് കാർഷിക മേഖല, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഉപജീവന മാർഗം തേടുന്ന മറ്റൊരു മേഖലയാണ് കാർഷിക മേഖല. ആ കാർഷിക മേഖലയിലും ഒരു തരത്തിലുമുള്ള വിദേശ ഇന്ത്യയുടെ അല്ലെങ്കിൽ ഈ കാർഷിക മേഖലയ്ക്ക് ഒരു ഹാനികരമായിട്ടുള്ള നിലപാട് സ്വീകരിക്കില്ല. ഇത് രണ്ടും ത്തിൻ്റെയും ഒരു പ്രത്യാഘാതം എന്ന് വേണമെങ്കിൽ പറയാം. അമേരിക്ക ഇന്ത്യയുടെ മുകളിൽ ഈ പറഞ്ഞ വലിയ തോതിലുള്ള 50% താരിഫ് എന്നുള്ള സമീപനം സ്വീകരിച്ചത്. പക്ഷേ വളരെ കൃത്യമായിട്ടുള്ള സ്റ്റാൻഡ് എടുത്തു. അങ്ങനെ ഒരു നിലപാടിൻ്റെ ഫലം അമേരിക്കക്ക് തന്നെ, കാരണം ഇന്ത്യക്കെതിരായിട്ട് ഈ തരത്തിൽ ശക്തമായിട്ടുള്ള നിലപാടെടുത്തുകൊണ്ട് അമേരിക്ക വലിയ രാജ്യമാണ്, ശരിയാണ്, അമേരിക്ക വലിയ സമ്പദ് വ്യവസ്ഥയാണ്. പക്ഷേ ആ അമേരിക്കൻ സമ്പദ് വ്യവസ്ഥ ഇത്ര വലിയ വ്യവസ്ഥയായിട്ട് നിൽക്കുന്നതിൻ്റെ പിന്നിൽ ഇന്ത്യക്കാരന് വലിയ പങ്കുണ്ട്. കാരണം അമേരിക്കയുടെ സാങ്കേതികവിദ്യ, ആ സാങ്കേതികവിദ്യയുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന 10,000 കണക്കിന് ലക്ഷക്കണക്കിന് ആൾക്കാർ ഇന്ത്യൻ സാങ്കേതിക
യെസ്, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജന്മദിനത്തിൽ ശ്രീ വി മുരളീധരൻ, അതായത് ഈ ഭരണ തുടർച്ചയുടെ കാലത്ത് ഒരു വട്ടം പോലും പ്രതിപക്ഷത്തിന് തൊട്ടുകാണിക്കാനായിട്ടില്ല അഴിമതിയെ, പൊടി പോലുമില്ല കണ്ടുപിടിക്കാൻ അഴിമതിയുടേതായി. അതായത് പിന്തുടരേണ്ട, ഒരു നയിക്കുന്നയാൾക്ക് പിന്നാലെ ഒരു വലിയ സമൂഹം സഞ്ചരിക്കുന്നു, ഒരു ഭരണകൂടം സഞ്ചരിക്കുന്നു. ആ നിലയ്ക്ക് പിന്തുടരേണ്ട വ്യക്തിത്വമോ എന്ന ചോദ്യവും ഈ സമയത്ത് പ്രസക്തമല്ലേ? തീർച്ചയായിട്ടും അഴിമതിയുടെ കാര്യത്തിൽ, കാരണം നമുക്കെല്ലാവർക്കും അറിയാം 2014 പ്രധാനമന്ത്രി മോദിജിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ, BJP സർക്കാർ തിരഞ്ഞെടുക്കപ്പെടുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അതിനു മുൻപുള്ള 10 വർഷക്കാലം, അതിൽ പ്രത്യേകിച്ച് അവസാനത്തെ 5 വർഷക്കാലം, ഈ 5 വർഷക്കാലം രാജ്യം ഭരിച്ച UPA സർക്കാരിൻ്റെ അങ്ങേയറ്റത്തെ അഴിമതി, ആ അഴിമതിയാണ് BJPയുടെ നേതൃത്വത്തിൽ, നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ തിരഞ്ഞെടുക്കപ്പെടാനുള്ള അടിസ്ഥാനപരമായിട്ടുള്ള ഒരു കാരണം. അത് വ്യക്തമായിട്ട് അറിയുന്നത് കൊണ്ട് തന്നെ രാജ്യത്തെ ജനങ്ങൾ എങ്ങനെ അഴിമതിക്ക് എതിരാണ് എന്നുള്ളത് നരേന്ദ്രമോദിജി വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കി. ആ അഴിമതി എന്തുകൊണ്ട് സംഭവിക്കുന്നു? അഴിമതി ഉണ്ടാകുന്നത് സുതാര്യത ഇല്ലാത്തതുകൊണ്ടാണ്. സുതാര്യത ഇല്ലാത്തതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം, കോൺഗ്രസ് സർക്കാരുകളിൽ ഈ ജനങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നുള്ളതിന് പകരം കോൺഗ്രസ്സിന് നേതൃത്വം നൽകുന്ന നെഹ്റു കുടുംബത്തിൻ്റെ താല്പര്യങ്ങൾ അത് മാത്രം പരിഗണിച്ചുകൊണ്ടുള്ള ഒരു ഭരണം, ജനങ്ങളുടെ താല്പര്യങ്ങളല്ല. അതുകൊണ്ട് നെഹ്റു കുടുംബത്തിൻ്റെ താല്പര്യം സംരക്ഷിച്ചുകൊണ്ട് കുടുംബാധിപത്യം നടപ്പിലാക്കിക്കൊണ്ടുള്ള ഒരു ഭരണമാണ് നടന്നിരുന്നത്. അതുകൊണ്ട് മോദിജി വളരെ കൃത്യമായിട്ട് അദ്ദേഹത്തിൻ്റെ ശക്തമായിട്ടുള്ള നിലപാട് കറപ്ഷൻ, അതുപോലെ ഫാമിലി ബേസ്ഡ് പൊളിറ്റിക്സ്, കഴിവുള്ള ആളുകൾക്ക് അവസരം നിഷേധിക്കുന്ന സമീപനം. അതുകൊണ്ട് അഴിമതിക്കെതിരായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ തുടക്കം തന്നെ, അദ്ദേഹം ഭരണത്തിൽ വന്നപ്പോൾ ആദ്യം ചെയ്തത് ഈ ചെറിയ ജോലികൾ എന്ന് പറഞ്ഞാൽ 10ാം ക്ലാസ് വരെ പാസ്സായിട്ടുള്ള ആൾക്കാരുടെ അറ്റൻഡർ ജോലി, പ്യൂൺ ജോലി, അങ്ങനെയുള്ള എല്ലാ ജോലികൾക്കുമുള്ള ഇൻ്റർവ്യൂ എന്ന് പറയുന്ന പരിപാടി നിർത്തലാക്കി. അദ്ദേഹം പറഞ്ഞു, പരീക്ഷയിലൂടെ ഏറ്റവും മാർക്ക് വാങ്ങിയ ആളുകൾ, കാരണം രേഖകളുണ്ട്, ഇൻ്റർവ്യൂവിൽ ആർക്കും മാർക്ക് വേണമെങ്കിലും 5 മാർക്ക് കൂട്ടിക്കൊടുക്കാം, 10 മാർക്ക് കുറക്കാം. പക്ഷേ പരീക്ഷയിൽ ആ ഉദ്യോഗാർത്ഥിക്ക് നേരിട്ട് എഴുതാം, ആ എഴുതിയതിന് രേഖ അവിടെ അവശേഷിക്കും, ആരെന്ത് എഴുതി എന്നുള്ളത്. അങ്ങനെ ഉദ്യോഗാർത്ഥി പരീക്ഷ എഴുതിയ മികവിന് അംഗീകാരം. അതുകൊണ്ട് അഴിമതിയുടെ വലിയൊരവസരം ലക്ഷക്കണക്കിന് ചെറുപ്പക്കാർക്ക് അതുകൊണ്ട് പ്രയോജനമുണ്ടായി, സാധാരണ കുടുംബങ്ങളിൽ ജനിച്ച ചെറുപ്പക്കാർ. ഒന്ന്. രണ്ടാമത്തെ കാര്യം, സാധാരണ ഉദ്യോഗാർത്ഥികൾ പണ്ടുണ്ടായിരുന്ന സ്ഥിതി, ഞാനടക്കം നേരിട്ട്, ഞാൻ കോളേജിൽ പഠിച്ച് അത് കഴിഞ്ഞിട്ട് ജോലിക്ക് അപേക്ഷിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ പല സർട്ടിഫിക്കറ്റുകളും അറ്റസ്റ്റ് ചെയ്യാൻ വേണ്ടി ഗസറ്റഡ് ഓഫീസർമാരുടെ വരാന്തകളിൽ കാത്തു നിൽക്കേണ്ടി വരും. അവരെ പോയി കാണണം. നമുക്ക് പരിചയമൊന്നുമില്ലാത്ത ഒരു കുടുംബത്തിൽ നിന്നാണെന്നിരിക്കട്ടെ, പരിചയമുള്ള ഒരു ഗസറ്റഡ് ഓഫീസറില്ല. അപ്പോൾ പോയി ആരുടെയെങ്കിലും ശുപാർശയിൽ, ആരുടെയെങ്കിലും പരിചയത്തിൽ, ഇത് വലിയ അഴിമതിക്ക്, വലിയ സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകൾക്ക് കാരണമാകുന്നതാണ്. അപ്പോൾ സാധാരണക്കാരനെ ബാധിക്കുന്ന മികവിന് അംഗീകാരം നൽകുന്ന നടപടികൾ. മൂന്നാമത്തെ കാര്യം, വ്യക്തിപരമായിട്ട് വ്യക്തികൾ തീരുമാനമെടുക്കുന്നതിന് പകരം, അതിന് പകരം ട്രാൻസ്പെറൻസി കൊണ്ടുവന്നുകൊണ്ട്, സുതാര്യത കൊണ്ടുവന്നുകൊണ്ട് ഒരു നടപടിക്രമത്തിലൂടെ എല്ലാ കാര്യങ്ങളിലും തീരുമാനമുണ്ടാകുന്ന ഒരു സംവിധാനം, വ്യക്തികളുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് പകരം. ഉദാഹരണത്തിന് ചെറിയ കാര്യമാണ്, ഉദാഹരണത്തിന് കേന്ദ്രീയ വിദ്യാലയങ്ങളിലെ അഡ്മിഷൻ, അല്ലെങ്കിൽ അതുപോലെയുള്ള നിരവധി കാര്യങ്ങൾ. ഇതിലൊക്കെ കുറേ സീറ്റുകൾ, ആ സീറ്റുകൾ MP-മാർ അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ വേണ്ടിയിട്ട് മാറ്റിവെച്ചിരുന്നു. പ്രധാനമന്ത്രി മോദിജി വന്നതിന് ശേഷം നിർത്തലാക്കി. എല്ലാ സീറ്റുകളും ഈ രാജ്യത്തെ അർഹരായിട്ടുള്ള കുട്ടികൾക്ക് ലഭിക്കണം എന്നുള്ള തീരുമാനമാണ്.
ഞാൻ പറയുന്നത് സാധാരണക്കാരനെ ബാധിക്കുന്ന നിത്യജീവിതത്തിലെ ദൈനംദിന പ്രശ്നങ്ങളാണ്. ഇതുപോലെയുള്ള നിരവധി വലിയ കോൺട്രാക്ടറുകളുടെ കാര്യത്തിൽ ഞാൻ പറയേണ്ട ആവശ്യമില്ല. അത്തരം കാര്യങ്ങളിൽ ഏറ്റവും സുതാര്യമായിട്ടുള്ള നടപടിക്രമങ്ങളിലൂടെ ആ നടപടിക്രമങ്ങളിലൂടെയാണ് കാര്യങ്ങൾ തീരുമാനമെടുക്കുന്നത് എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് നിയമങ്ങളും സർക്കാരിൻ്റെ ഭരണരീതി ഗവേണൻസ് ആ ഗവേണൻസിൽ ആവശ്യമായിട്ടുള്ള സുതാര്യത ഉണ്ടാക്കി എന്നുള്ളതാണ് ആ സിസ്റ്റമാണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. കേരളത്തിലെ പ്രശ്നം പറയുമ്പോൾ ഓരോ തവണയും കേരളത്തിലെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും പറയുന്നത് സിസ്റ്റം പ്രവർത്തിച്ചില്ല, സിസ്റ്റം തകരാറിലായി. കേന്ദ്ര സർക്കാരിൽ ആ സിസ്റ്റം ഏറ്റവും ഫലപ്രദമായിട്ട് പ്രവർത്തിക്കുന്നു എന്ന് ഉറപ്പുവരുത്താൻ ആവശ്യമായിട്ടുള്ള നടപടികൾ, ആ നടപടികളാണ് ഉണ്ടായത്. അതാണ് അഴിമതി സമ്പൂർണ്ണമായും തുടച്ചു നീക്കിയിട്ടുള്ളൊരു സ്ഥിതി, ആ സ്ഥിതി സൃഷ്ടിക്കാൻ നരേന്ദ്രമോദിജിക്ക് സാധിച്ചത്. ശ്രീ വി മുരളീധരൻ, ഒരു ചോദ്യം കൂടി. അതായത് ഇന്നിപ്പോൾ ഈ മാതാ അമൃതാനന്ദമയി ദേവി പിറന്നാൾ ആശംസകൾ നേർന്നുകൊണ്ട് പറഞ്ഞ ഒരു വാചകമുണ്ട്. രാജ്യത്തിൻ്റെ യശസ് ലോകത്തിൻ്റെ നെറുകയിലെത്തിക്കുന്നതിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ച നേതൃത്വം എന്നാണ് വിശേഷിപ്പിക്കപ്പെട്ടത്. നോക്കൂ, രാഷ്ട്രീയപരമായി ഒരാളെ നമുക്ക് വിമർശിക്കാം, പക്ഷേ പ്രധാനമന്ത്രി എന്ന പദത്തിലിരിക്കുന്ന നരേന്ദ്രമോദിയെ വിമർശിക്കാൻ ഒരു കാരണവും ഉണ്ടാകുന്നില്ലല്ലോ. ഒരുപക്ഷെ അതുകൊണ്ടാവാം എല്ലാ മേഖലകളിലുള്ളവരും അദ്ദേഹത്തിനെ ഈ വിധത്തിൽ പിന്തുണയ്ക്കുന്നത്, അദ്ദേഹത്തിനൊപ്പം നിൽക്കാൻ ആഗ്രഹിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ വഴി ശരിയാണെന്ന് ആവർത്തിച്ചു പറയുന്നത്, അദ്ദേഹം ഒരു ലോക നേതാവാണെന്ന് വിളിച്ചു പറയുന്നത്, അല്ലേ? തീർച്ചയായിട്ടും. കാരണം പ്രധാനമന്ത്രി ഓരോ കാര്യവും ചെയ്യുമ്പോൾ അദ്ദേഹം എല്ലാ നേട്ടങ്ങളുടെയും കാര്യം പറയുമ്പോൾ അദ്ദേഹം പറയാറ്, ഉദാഹരണത്തിന് അദ്ദേഹത്തിന് ലോകത്തിൽ ഇന്ന് വരെയുള്ള പ്രധാനമന്ത്രിമാർ, നമ്മുടെ രാജ്യത്തുണ്ടായിട്ടുള്ള പ്രധാനമന്ത്രിമാർ, ആ പ്രധാനമന്ത്രിമാരെ ഓരോരുത്തരെയും താരതമ്യം ചെയ്തു കഴിഞ്ഞാൽ ലോകരാഷ്ട്രങ്ങൾ ഔദ്യോഗിക ബഹുമതികൾ നൽകിക്കൊണ്ട് അംഗീകരിച്ചിട്ടുള്ള മറ്റൊരു പ്രധാനമന്ത്രിയും ഇത്രയധികം ബഹുമതികൾ നൽകി അംഗീകരിച്ചിട്ടുള്ള പ്രധാനമന്ത്രിയില്ല. ഇതിനു മുമ്പ് ഉള്ള എല്ലാ പ്രധാനമന്ത്രിമാർക്കും കിട്ടിയ അംഗീകാരങ്ങൾ ഒരു വശത്തും നരേന്ദ്രമോദിക്ക് കിട്ടിയ ഔദ്യോഗിക ബഹുമതികൾ മറുവശത്തും വെച്ച് കഴിഞ്ഞാൽ എല്ലാ പ്രധാനമന്ത്രിമാർക്കും കൂടി കിട്ടിയ അത്ര തന്നെ നരേന്ദ്രമോദിജിക്ക് കിട്ടി എന്നുള്ളതാണ് വസ്തുത. അത് കിട്ടുമ്പോൾ നരേന്ദ്രമോദിജി ഇത് എൻ്റെ കഴിവാണ് എന്ന് പറഞ്ഞിട്ട് ഉള്ള ഒരു അഹങ്കാരമല്ല അദ്ദേഹത്തിൻ്റെ പ്രകടിപ്പിക്കുന്നത്. അദ്ദേഹം പ്രകടിപ്പിക്കുന്നത് 145 കോടി ജനങ്ങളുടെ കിട്ടിയ അംഗീകാരമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അദ്ദേഹം എല്ലാ കാര്യങ്ങളിലും ജനങ്ങളെ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം. ഏത് പ്രവർത്തനവും ഗാന്ധിജിയെക്കുറിച്ച് മഹാത്മാഗാന്ധിജിയെക്കുറിച്ച് നമ്മളെല്ലാവരും അറിയുന്ന ഒരു കാര്യമുണ്ട്. ഗാന്ധിജി പറയാറ്, ഒരു തീരുമാനമെടുക്കുമ്പോൾ ആ തീരുമാനം സമൂഹത്തിലെ ഏറ്റവും ദുർബലനായിട്ടുള്ള വ്യക്തി, ആ വ്യക്തിക്ക് എങ്ങനെ ഗുണപ്രദമാകുന്നു എന്ന് ഉള്ള പരിഗണന എന്നുള്ള മാനദണ്ഡം, ആ അടിസ്ഥാനത്തിലാണ് ഈ തീരുമാനം എടുക്കേണ്ടത് എന്ന് ഗാന്ധിജിയുടെ പ്രശസ്തമായിട്ടുള്ള ഒരു ഉപദേശമുണ്ട്. അത് അക്ഷരം പ്രതി നടപ്പിലാക്കിയ ഒരാളാണ് നരേന്ദ്രമോദിജി. അതുകൊണ്ട് ഈ കാര്യത്തിൽ കോൺഗ്രസിൻ്റെ മുൻകാലങ്ങളിലുള്ള പ്രധാനമന്ത്രിമാർ, ആ പ്രധാനമന്ത്രിമാരുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള ഒരു പ്രത്യേകത മാത്രമല്ല, ഞാൻ നേരിട്ട് എൻ്റെ അനുഭവമുണ്ട്. വിദേശ രാജ്യങ്ങളിൽ പോകുമ്പോൾ അവിടുത്തെ പ്രധാനമന്ത്രിമാർ ഇന്ത്യ പോലെയുള്ള ഇത്രയും വലിയൊരു രാജ്യം, ഈ രാജ്യത്ത് ഇത്രയും കോടി ആളുകൾക്ക് ഈ കാര്യങ്ങൾ, ജനങ്ങൾക്കാവശ്യമായിട്ടുള്ള ജനക്ഷേമ പ്രവർത്തനങ്ങൾ എത്തിക്കാൻ എങ്ങനെ ഒരു സർക്കാരിന് സാധിക്കുന്നു എന്ന് അത്ഭുതം കൊണ്ടിട്ടുണ്ട്. എനിക്ക് ഓർമ്മയുണ്ട്, ഒരു പ്രധാനമന്ത്രി, ആ രാജ്യത്തെ പ്രസിഡൻറ്റ്, അദ്ദേഹം ഔദ്യോഗികമായിട്ട് ചുമതല ഏറ്റെടുത്തുകൊണ്ടുള്ള നടത്തിയ ചടങ്ങിൽ അദ്ദേഹം പറഞ്ഞത്, നമ്മുടെ രാജ്യത്ത് ദാരിദ്ര്യമുണ്ട്, വിദ്യാഭ്യാസമില്ലായ്മയുണ്ട്, തൊഴിലില്ലായ്മയുണ്ട്. പക്ഷേ നമ്മൾ നോക്കണം, ഇന്ത്യ പോലെയുള്ള രാജ്യത്ത് 145 കോടി ജനങ്ങളുള്ള രാജ്യത്ത്, ആ രാജ്യത്ത് മാറ്റമുണ്ടാക്കിയെടുക്കാൻ അവിടെ സാധിക്കുന്നുണ്ടെങ്കിൽ നമ്മളെപ്പോലെയുള്ളൊരു ചെറിയ രാജ്യത്ത് നമുക്ക് എത്ര എളുപ്പത്തിൽ സാധിക്കും. അദ്ദേഹം ഉദാഹരണം പറയുന്നത് ഇന്ത്യയിൽ ഉണ്ടാക്കിയിട്ടുള്ള മാറ്റമാണ്. അപ്പോൾ ഇന്ത്യയുടെ യശസ് ഉയർത്തി എന്ന് പറയുമ്പോൾ ഇന്ത്യ
ഒരു രാജ്യം എന്നുള്ള നിലയിൽ 11ാം സ്ഥാനത്ത്, സമ്പദ്ഘടനയുടെ 11ാം സ്ഥാനത്ത് നിന്നിരുന്ന സ്ഥാനത്ത് നിന്ന് 4ാം സ്ഥാനത്തേക്ക് എത്തിയ ഒരു സ്ഥിതിയിലേക്ക് വന്നത് ഇന്ത്യക്കകത്തെ സാധാരണക്കാരൻ്റെ ജീവിത നിലവാരത്തിൽ ഒരു അഭിവൃദ്ധി ഉണ്ടായി എന്ന് ലോകത്തിന് ബോധ്യപ്പെട്ടതുകൊണ്ടാണ്. അങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ ഒരു പ്രധാനമന്ത്രിയുടെ പരിശ്രമത്തിലൂടെ സാധിച്ചു എന്നുള്ളതാണ്. ഞാൻ ഇന്നലെയും ഒരാളോട് ദീർഘകാലം വിദേശത്ത് ജോലി ചെയ്ത് പ്രവർത്തിച്ച ഒരാൾ തിരിച്ചു വന്ന ഒരാളോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് നേരിട്ട് അനുഭവമുണ്ട്. ഞങ്ങളുടെ പാസ്പോർട്ട് ഞാൻ ജോലി ചെയ്ത കമ്പനിയിൽ വെള്ളക്കാരനായിട്ടുള്ള മേലധികാരി, ആ മേലധികാരിയുടെ മുന്നിൽ ഇന്ത്യൻ പാസ്പോർട്ട് എന്ന് പറയുന്നത് വില കുറഞ്ഞ ഒരു സാധനമായിട്ടാണ് പണ്ട് കണക്കാക്കിയിരുന്നത്. പക്ഷേ നരേന്ദ്രമോദിയുടെ സർക്കാർ ഭരണത്തിൽ വന്നതിന് ശേഷം ഞങ്ങൾക്ക് ഇന്ത്യൻ പാസ്പോർട്ടിന്, ഇന്ത്യൻ പൗരത്വം എന്ന് പറയുന്നതിന് അതിൻ്റെ പ്രാധാന്യവും വിലയും വർദ്ധിച്ചു. അതുകൊണ്ട് ഇന്ത്യയുടെ യശസ്സുയർത്തി എന്ന് പറയുന്നത് ഇന്ത്യക്കാരന് എവിടെ ചെന്നു കഴിഞ്ഞാലും അംഗീകാരം കിട്ടുന്ന ഒരു സാഹചര്യം, ആ സാഹചര്യമുണ്ടായി എന്നുള്ളതാണ്. അതാണ് ഇന്ത്യക്കാരൻ്റെ സുരക്ഷിതത്വത്തിനുൾപ്പെടെ പ്രധാനമന്ത്രി നൽകിയിട്ടുള്ള പ്രാധാന്യം. ആ പ്രാധാന്യം വ്യക്തമാക്കുന്നതാണ്. അത് ലോകത്തിലെ രാജ്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കും. മാത്രമല്ല, ഒരു ജനാധിപത്യ രാഷ്ട്രത്തിൽ 3ാം തവണയും തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു പ്രധാനമന്ത്രി പോലും ലോകത്തെവിടെയുമില്ല. ജനാധിപത്യ രാജ്യം. റഷ്യയിലും ചൈനയിലും തുടർച്ചയായിട്ട് അവിടുത്തെ പ്രസിഡന്റുമാർ ഭരിക്കുക എന്ന് പറയുന്നത് നമുക്കറിയാം. അവിടെ ഏകാധിപത്യ സംവിധാനമാണ്, കമ്മ്യൂണിസ്റ്റ് ഭരണമാണ്. അവിടെ ജനാധിപത്യവും ജനങ്ങളുടെ അഭിപ്രായം, ജനങ്ങൾ വോട്ട് ചെയ്യലുമില്ല. അമേരിക്കയിലില്ല, ഫ്രാൻസിലില്ല, ബ്രിട്ടനിലില്ല, ഓസ്ട്രേലിയയിലില്ല, ജപ്പാനിലില്ല, ജർമ്മനിയിലില്ല. ഇതാണ് പ്രധാനപ്പെട്ട ഒരു 5-6 രാജ്യങ്ങളുടെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ രാജ്യങ്ങളിലൊന്നും തന്നെ 12 വർഷമായി തുടർച്ചയായിട്ട് പ്രധാനമന്ത്രിയാണ്. ഡൊണാൾഡ് ട്രംപ് 2ാമത്തെ തവണ പ്രസിഡൻ്റായി 6 വർഷമായി ആകെ. ഇടയ്ക്ക് 4 വർഷത്തെ ഗ്യാപ്പ് ഉണ്ടായിരുന്നു. തുടർച്ചയായിട്ട് അദ്ദേഹത്തിന് ജയിക്കാൻ പറ്റിയിട്ടില്ല, ഒരു രാജ്യത്തും സാധിച്ചിട്ടില്ല. അപ്പോൾ അത് ലോക രാഷ്ട്രങ്ങൾ ഏറ്റവും വലിയ അത്ഭുതത്തോടും ആദരവോടും കൂടി കാണുന്ന ഒരു പ്രത്യേക സംഭവ വികാസമാണ്. അതും ഇന്ത്യ പോലെയുള്ളൊരു രാജ്യത്ത് മാറ്റമുണ്ടാക്കുന്നതും ഇത് രണ്ടും കൂടി ചേർന്നാണ് നരേന്ദ്രമോദിജി ലോക നേതാവാക്കിയിട്ട് ഉയർത്തിയിട്ടുള്ളത് എന്നുള്ളതും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ശരി, വളരെയധികം നന്ദി. അങ്ങ് പറഞ്ഞത് വളരെ ശരിയാണ്. കാരണം റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധം കൊടുമ്പിരി കൊണ്ട് അതിങ്ങനെ തുടർന്നു പോകുമ്പോൾ രണ്ടു രാജ്യത്തെയും തലവന്മാർ പറഞ്ഞ വാക്കോർക്കുന്നു. നരേന്ദ്രമോദിയാണ് മധ്യസ്ഥതയ്ക്ക് വരുന്നതെങ്കിൽ നമുക്ക് സംസാരിക്കാം എന്ന്. അത്രമേൽ വളർന്നു കഴിഞ്ഞു ഭാരതവും നരേന്ദ്രമോദി എന്ന നായകനും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. വളരെയധികം നന്ദി. അദ്ദേഹത്തിൻ്റെ പിറന്നാൾ ദിനത്തിൽ അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ ഓർത്തു പറഞ്ഞതിന്, അനുഭവങ്ങൾ പങ്കുവച്ചതിന് വളരെ നന്ദി ശ്രീ വി. മുരളീധരൻ.